ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഉണ്ടല്ലോ ഇപ്പോൾ കുറച്ചാളായിട്ട് ഭയങ്കര കുക്കിങ്ങിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും കറിയൊക്കെ ഇപ്പം നമ്മൾ ഉണ്ടാക്കും. ബിക്കോസ് എന്താ പറയുക, ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുമ്പോൾ എന്തായാലും ഉണ്ടാക്കണം. അതല്ലാണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പാൽ കപ്പ് ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇറ്റ് വാസ് ലൈക്ക് അടിപൊളി. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മളിപ്പം അതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാറേ ഉള്ളൂ. അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ കഞ്ഞിയും കറിയും ഉണ്ടാക്കും എന്നല്ലാണ്ട് നമ്മളത് ഇങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങളൊന്നും ഉണ്ടാക്കി ഞാൻ നോക്കാറില്ല. കാരണം പാളി പോയാലോ എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന സാധനം അത് വേസ്റ്റ് ആയാലോ എന്ന് മേടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാത്തത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. ആൻഡ് പിന്നെ വേറൊരു സാധനം, അയ്യോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം. ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഉള്ളിലോട്ട് കൊണ്ടുവന്നത്. ബിക്കോസ് ആക്ച്വലി ആദ്യമായിട്ടല്ലെങ്കിലും എനിക്കിതിപ്പോൾ രണ്ടാമത്തെ തവണ ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സെയിം ആ ഒരു ടെൻഷനുണ്ട്, ആവോ ശരിയാവോ ഇല്ലയോ എന്ന്. എന്തായാലും റെഡിയായി വരുന്നുണ്ട്. ഐ ഷോ യു ഗൈസ്. സി ആൻഡ് ഇത് മൈദ വെച്ചുണ്ടാക്കുന്ന ആ ഒരു പാൻ കേക്ക് അല്ല. മൈദ വെച്ചുള്ള പാൻ കേക്ക് ഞാൻ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി തന്നതാണെങ്കിലും മൈദ വെച്ചിട്ടുള്ളതല്ല. സോ എനിക്ക് ഓട്സും പഴവും പാലുണ്ടായിരുന്നു അന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി തന്നപ്പോൾ. ബട്ട് എനിക്കതിനെ പാലിൻ്റെ ആ ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല ആ ഫുഡിൽ എന്ന് വിചാരിച്ച് ഞാൻ ആ വാനില ഐസ്ക്രീം കഴിക്കില്ല എന്നല്ല, കഴിക്കും. ഒരു പ്രത്യേക സ്വഭാവം. അപ്പോൾ എന്താ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എക്സ്ക്യൂസ് ചെയ്യുക, ക്ലീനിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞിരുന്നത്, അപ്പോൾ പാലിഷ്ടമല്ല, പാലിട്ടിട്ടില്ല. ഓട്സ്, മുട്ട, എന്തുവാടേ, ഓട്സ്, മുട്ട, പഴം. അത് ഇങ്ങനെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു പകുതി പഴം എടുത്തിട്ടുള്ളൂ. ബിക്കോസ് ഒരുപാട് പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് എൻ്റെ അനിയന് ഇഷ്ടമല്ല. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഫുൾ പഴം മൊത്തം ഇട്ടായിരുന്നു. ബട്ട് അത് അവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചെടുക്കാം. അപ്പോൾ അവൻ്റെ ആ ഒരു ഇഷ്ടക്കേട് ഞാൻ കണക്കിലെടുത്ത പോലെയായിരുന്നു. ഓ കൊള്ളാം കൊള്ളാം. ഇതെല്ലാം കയ്യിൽ, പക്ഷെ ഞാൻ നോക്കുന്ന കയ്യിൽ കാണുന്നില്ല. 1 സെക്കൻഡ് ഗൈസ്. ഞാനപ്പോൾ ഇതോടെ ശരിയായിട്ടോ ആയി തോന്നുന്നു. സി അമ്മ. പക്ഷേ അതിൻ്റെ അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ വേണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഞാൻ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. മേ ബി ഇത് ഓട്സ് ആയതുകൊണ്ടായിരിക്കും. കരിക്കും. ഈ ഒരു അടിഭാഗം പിടിക്കുന്നുണ്ടോ? ഇല്ല. എനിക്കൊരു 2-3 മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ച് നോക്കാം. യാ ഫ്ലഫി. നമ്മൾ ഉണ്ടാക്കിയ പാൻ കേക്ക് കഴിച്ച് ഇവിടെ എൻ്റെ ഒരു പുതിയ കുട്ടിയും കിട്ടോ, നോക്കൂ. അപ്പോൾ എൻ്റെ ഈ സുന്ദരി അയ്യോ ഉറങ്ങുമായിരുന്നു. ആക്ച്വലി ഞാൻ ഉറക്കാൻ വയ്ക്കാം. പാൻ കേക്ക് കഴിച്ചു. ഇനി നമുക്ക് ക്ലീനിങ് ആണുള്ളത്. സോ ലെറ്റ്സ് ക്ലീൻ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യണം. ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ അമ്മ പറയാറുണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. പക്ഷേ രാവിലെ നല്ല വിശപ്പായതുകൊണ്ട് പറ്റിയില്ല. സമയം പോയി, നമുക്ക് പരിപാടികളുണ്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം. ഓക്കെ, ഒരുവിധം നമ്മൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡും കറികളൊക്കെ റെഡിയാണ്. സോ ഇതാണ് കേട്ടോ എൻ്റെ ലഞ്ച്. ചോറ്, ദാൽ, പിന്നെ ഇത് കോണാണ്. അതിങ്ങനെ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ വറുത്തിട്ട്, ഇത് ഡേറ്റ്സ്.
ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അലക്കാൻ വെച്ചിരുന്ന ക്ലോത്ത്സ് എല്ലാം ഒരുവിധം റെഡിയായി വന്നു വാഷിംഗ് മെഷീനിൽ. അതൊക്കെ വിരിച്ചിട്ടോ. ആൻഡ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു ഷർട്ടിൻ്റെ കോഡ് സെറ്റ് പോലെ ഒരു ട്രൗസർ ഉണ്ട്, അതാണ് ഈ താഴെ വീഴുന്നത്. ഇപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എനിക്ക് ആക്ച്വലി ഞാനിത് വാങ്ങിയത് ഡൽഹിയിൽ നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്തപ്പോഴായിരുന്നു. പിന്നെ ഞാൻ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കൂ, കുട്ടാപ്പി ഇങ്ങനെ കണ്ടു. ശരിക്കും അതും അവനും എൻ്റെ ഇപ്പം മൂവി കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അടിപൊളി. അപ്പോൾ എനിക്ക് എൻ്റെ ഒത്തിരി വിഷമമായിട്ടോ. അതുകൊണ്ട് ഞാൻ അവൻ്റെ കുറച്ച് ഗെയിംസൊക്കെ വെച്ച് കൊടുത്തു. അവനങ്ങനെ ടയേർഡായിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ടയേർഡായിട്ട് എൻ്റെ മടി വന്നിരുന്നതാണ്. പിന്നെ അതിൻ്റെ നേത്തായി, പിന്നെ അതിൻ്റെ സൈഡിലായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഈവനിങ് ടൈമിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ അടിയനത്തിൻ്റെ സീഡ് പൊട്ടിപ്പോയി. ഞാനത് കണ്ടില്ല. ഞാനിത് ഓൾറെഡി കളക്ട് ചെയ്തതായതുകൊണ്ട് പിന്നെ ഞാനത് എടുക്കണ്ടെന്ന് ചോദിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ സൺസെറ്റ് കാണാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് തിരക്കായിപ്പോയി എൻ്റെ വേറെ കുറച്ച് ബിസി വർക്കിൽ. ഞാൻ നോക്കുമ്പോൾ മൂണൊക്കെ ഇപ്പോഴേ വന്നിട്ടുണ്ട്. എന്താണാവോ, പക്ഷേ എന്താ പറയുക, പെട്ടെന്ന് രാത്രിയാവും കേട്ടോ. ഞാൻ എൻ്റെ ഈവനിങ്ങിൻ്റെ സ്നാക്ക് ഈ ഒരു സമയത്താണ് കഴിക്കണേ. ഇത് ഒരു എന്താ പറയുക, ഒരു ആവി കയറ്റി പുഴുങ്ങിയ ഒരു കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനൊരു സാധനമാണ്. എന്തായാലും തുണികളൊക്കെ കുറച്ച് താഴെ വീണിട്ടുണ്ട്. ഞാൻ ക്ലിപ്പ് ഇടാൻ നേരം മറന്നുപോയി. വീഡിയോ എടുത്തിട്ട് താഴേക്ക് പോവുകയാണ് ചെയ്തത്. നല്ല വെയിലായിരുന്നല്ലോ, അതുകൊണ്ട്. അതിനിതൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ സ്ഥിരം സംഭവമാണ്, ഞാൻ എല്ലാ ദിവസവും രാത്രി ഒരു 7 മണിയൊക്കെ വരെ ഞാനിവിടെ ഇങ്ങനെ ടെറസിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അത് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഈവനിങ് ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് വേറെ കുറച്ച് പണികളും പിന്നെ ഈ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ആയപ്പോൾ എൻ്റെ റുട്ടീൻ കുറച്ചൊന്ന് മാറി. അപ്പോൾ ഞാനിപ്പോൾ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, നല്ല രസമാണ്. ആക്ച്വലി ഞാൻ എൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം. ഒരു മോർണിംഗ് വൈബ് കിട്ടും ഇവിടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ. ഈവനിങ് ആണെന്ന് തോന്നുകയില്ല. നിങ്ങൾക്കും തോന്നിയില്ലേ ആ സൗണ്ടൊക്കെ കേട്ടിട്ട് ഒരു മോർണിംഗ് വൈബ്? സോ ഇതാണ് എൻ്റെ ഡിന്നർ. ഒരു 7 o'clock ആയി. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുമ്പോഴാണ് നൂറ് ഇവിടെ വന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഷീ ഈസ് പ്രഗ്നൻറ്റ് നൗ ആൻഡ്